فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹധരണീയനായ വിശ്വാസിനി സഹോദരങ്ങൾ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് നമുക്കെല്ലാം എല്ലായ്പ്പോഴും സകല അനുഗ്രഹങ്ങളും വർഷിക്കുകയും നമ്മളെല്ലാം അവങ്ങളിലേക്ക് തന്നെ മടക്കുവാൻ കേൾപ്പുള്ളവനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ. ആമുഖമായി ആദ്യം എന്നെ, ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ തൗഫീഖിനാൽ പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ ജുമുഅ ദിവസത്തിൽ ഒന്നിച്ചു കൂടുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ ഒരു അവസരത്തിൽ മുഅ്മിനുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നോമ്പ്, അല്ലെങ്കിൽ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഉദ്ദേശിക്കുന്നത്? കേവലം ഭക്ഷണം ഒഴിവാക്കലും പാനീയങ്ങൾ വെടിയലും വിചാരങ്ങൾക്ക് നിയന്ത്രണമിടലും മാത്രമാണോ അതുകൊണ്ട് ഉദ്ദേശം? അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ അറിയിച്ചു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, മറ്റു മുൻതലമുറകൾക്ക് നിർബന്ധമാക്കിയതുപോലെ തന്നെ. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയിട്ട് എന്നാണ്. അപ്പോൾ തഖ്വ നോമ്പിനോടൊപ്പം ഉണ്ടാകണം. തഖ്വ എന്താണ്? സൂക്ഷ്മത, അല്ലാഹുവിലുള്ള സൂക്ഷ്മത. ഏതൊരു സമയത്തും ഏതു നിമിഷവും എൻ്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ റബ്ബിലേക്ക് ഞാൻ മടങ്ങേണ്ടവനാണ്, വെറുതെ മടങ്ങുകയല്ല. അങ്ങനെ മടങ്ങുമ്പോൾ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദിക്കും. ആ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറയേണ്ടി വരും. അന്ന് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഞാൻ നേരിടേണ്ടി വരുന്ന നടപടികൾ എന്താണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴേ ഞാൻ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതാണ് തഖ്വ. ഈ തഖ്വയാണ് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ട് നമുക്കുണ്ടാകേണ്ടത്. ഈ നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നോമ്പിന്റെ തുടക്കം എന്നോണം നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ലം യുബയ്യിത് അസ്സിയാം ഖബ്ല അൽ-ഫജ്ർ ഫലാ സിയാമ ലഹു. ആരെങ്കിലും ഫജ്റിന് മുമ്പ്, സുബഹിക്ക് മുമ്പ് നോമ്പിന് വേണ്ടിയുള്ള ആ ഒരു കരുതൽ മനസ്സിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ഫലാ സിയാമ ലഹു, അയാൾക്ക് നോമ്പില്ല. നിയ്യത്ത് വളരെ പ്രധാനമാണ്. എല്ലാ ദിവസവും ഓരോ നോമ്പിനും ഫജ്റിന് മുമ്പായി നമ്മളുടെ മനസ്സിൽ കരുതുക, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ നോമ്പെടുക്കുകയാണ് എന്നുള്ള ഒരു കരുതൽ നമ്മളുടെ മനസ്സിലുണ്ടാകണം. അത് കരുതൽ മാത്രമാണ്, കേവലം ചില ഉരുവിടലുകൾ കൊണ്ട് ആ കരുതലിന് പകരമാവുകയില്ല. ചില അറബി പദങ്ങൾ കൊണ്ട്, അത് നാവിലൂടെ പറഞ്ഞത് കൊണ്ട് നിയ്യത്താവുകയില്ല. പറഞ്ഞാലും നിയ്യത്താവില്ല. ഉദ്ദേശ്യം അത് മനസ്സിലാണ്, അത് നാവിലല്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്.
നമ്മളുടെ അമലുകൾ ഉദ്ദേശങ്ങൾക്കനുസൃതമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത്, വാക്കുകൾക്കനുസൃതമായി എന്നിവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ നിയ്യത്ത് മനസ്സിൽ അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ച് അവൻ എനിക്കുമേൽ നിർബന്ധമാക്കിയ ഈ നോമ്പ് ഞാൻ എടുക്കേണ്ടവനാണ്, ഞാൻ ബാധ്യസ്ഥനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിന്റെ വജ ഉദ്ദേശിച്ചുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിലെ നിർബന്ധമായ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുകയാണെന്ന് മനസ്സിൽ കരുതുക. എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് മുമ്പാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്, വളരെ പ്രബലമായ ഒരു സുന്നത്താണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. പലരും അതിൽ അശ്രദ്ധരായി കാണാറുണ്ട്. ഒരിക്കലും ആ അശ്രദ്ധ നമുക്ക് പാടില്ലാത്തതാണ്. ഫസ്ലു മാ ബൈന സിയാമിന വസിയാമു അഹ്ലിൽ കിതാബ് അക്ലത്തുസ് സഹർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു, നമുക്കും അഹ്ലുൽ കിതാബിനും ഇടയിലുള്ള വ്യത്യാസം. അവരും നോമ്പെടുക്കുന്നുണ്ട്, പലതരത്തിലുള്ള നോമ്പുകളും നമ്മൾ കാണാറുണ്ട്. പക്ഷേ വ്യത്യാസം എന്താണ്? സഹറാണ്. അത്താഴം അവർ കഴിക്കാറില്ല, നമ്മൾ കഴിക്കണം. അതിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കുക, തീർച്ചയായിട്ടും അതിൽ ബറക്കത്തുണ്ട്. സഹോദരങ്ങളെ, ബറക്കത്ത് എന്നാൽ എന്താണ്? അള്ളാഹുവിന്റെ മഹത്തായ ഐശ്വര്യവും അഭിവൃദ്ധിയും വളർച്ചയുമാണ്. അവനിൽ നിന്നുള്ള മഹത്തായ ഒരു അനുഗ്രഹമാണ് ബറക്കത്ത്. നമ്മൾ എത്ര തന്നെ ദുനിയാവിന് വേണ്ടി ഓടിയാലും നമ്മളുടെ റിസ്കിൽ അള്ളാഹു ബറക്കത്ത് നൽകിയിട്ടില്ലെങ്കിൽ നമുക്കതുകൊണ്ടൊന്നും കിട്ടാനില്ല. നമുക്ക് സന്തോഷം ഉണ്ടാകില്ല, സമാധാനം ഉണ്ടാകില്ല. പല ഉദാഹരണങ്ങളും ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. വലിയ വലിയ വ്യവസായ ഭീമന്മാരായി അറിയപ്പെടുന്ന ആളുകൾ, സമ്പന്നതയുടെ ഏറ്റവും പരമമായ, ഏറ്റവും മൂർത്തമായ അവസ്ഥയിൽ നിന്നിരുന്ന ആളുകൾ സമാധാനമില്ലാതെ എന്തു ചെയ്യുന്നു? ജീവൻ വരെ വെടിയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ബറക്കത്തില്ല. വളരെ കുറച്ചാണ് എങ്കിൽ പോലും നമ്മളുടെ കയ്യിലുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ, എന്നാൽ അതിൽ ബറക്കത്തുണ്ട്. ഒരാൾക്ക് കുറേ ഉണ്ട്, പക്ഷെ അതിൽ ബറക്കത്തില്ല. എന്നാൽ ബറക്കത്തുള്ളതിലാണ് അഭിവൃദ്ധി, ബറക്കത്തുള്ളതിലാണ് സമാധാനം. മുസ്ലിങ്ങളാകുന്നതിന്റെ ബറക്കത്ത്, അതിന്റെ ഒരു ഐശ്വര്യം, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നതിന്റെ ഒരു സമാധാനം നമ്മൾ അനുഭവിക്കുന്നില്ലേ? സൂറത്തുൽ ഹിജ്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് എങ്ങനെയാണ്? റുബമായ വദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. റുബമായ വദ്ദുല്ലദീന കഫറു, കാഫിരീങ്ങളായിട്ടുള്ള ആളുകൾ അവരിടക്കൊക്കെ ആഗ്രഹിച്ചു പോകുന്നുണ്ട് എന്ത്? ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു പോവാണ്. അത്ഭുതം ആലോചിച്ച് നോക്കൂ. അവരുടെ വിശ്വാസത്തിൽ തൃപ്തരല്ല. മുസ്ലിങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് കണ്ടോ എന്ത് സമാധാനത്തിലാണ്, എന്തൊരു സന്തോഷത്തിലാണ്, എന്തൊരു ആഹ്ലാദത്തിലാണ് അവരുടെ ജീവിതം. അള്ളാഹുവിനെ മാത്രം അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം വിധേയനായിക്കൊണ്ട്. അള്ളാഹുവിനെ ഭയക്കാത്തയാള് ഈ ദുനിയാവിൽ എല്ലാത്തിനെയും ഭയപ്പെടേണ്ടി വരും. പക്ഷെ അള്ളാഹുവിനെ മാത്രം ഭയക്കുന്നവന് മറ്റൊന്നിനെയും ഭയക്കേണ്ടതില്ല, അള്ളാഹുവിനെ മാത്രമേ ഭയക്കേണ്ടതുള്ളൂ. അല്ലേ? ആ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് മുസ്ലിങ്ങൾ ജീവിക്കുന്ന ആ ഒരു മനസ്സമാധാനം, അവരുടെ സന്തോഷകരമായ ജീവിതം കണ്ടുകൊണ്ട് കാഫിറുകൾ പോലും ആഗ്രഹിക്കും, ഞങ്ങളും മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഇന്നും നമ്മൾ കാണുന്നുണ്ട്, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ശിക്ഷാവിധികളാണ് ഇവിടെ നടപ്പാക്കേണ്ടത് എന്ന് മുറവിളി കൂട്ടുന്ന ആളുകൾ. ആ രീതിയിൽ തന്നെ ശിക്ഷാവിധികൾ ഇവിടെ നടപ്പാക്കണമെങ്കിൽ നീതി പുലരൂ എന്ന് വാദിക്കുന്ന ആളുകൾ മുസ്ലിങ്ങൾ, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്തവർ. അള്ളാഹുവിന്റെ ആ ഒരു പ്രസ്താവന സത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ബറക്കത്ത് അത് അള്ളാഹുവിൽ നിന്നുള്ള വല്ലാത്ത അനുഗ്രഹമാണ്. അത് എവിടെയുണ്ടെങ്കിൽ അവിടെ പോയി അത് എടുക്കണം നമ്മൾ. ആ ബറക്കത്ത്, അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ബറക്കത്ത് നമ്മൾ എടുക്കണം. ആ ബറക്കത്ത് അള്ളാഹു നൽകുന്ന ബറക്കത്താണ്. അത് ബറക്കത്ത് അള്ളാഹ്ക്കല്ലാതെ നൽകാൻ കഴിയില്ല. പാപം പൊറുക്കാൻ അള്ളാഹ്ക്കല്ലാതെ കഴിയില്ല. എന്നതുപോലെ തന്നെ നമുക്ക് ബറക്കത്ത് നൽകാൻ, നമ്മളുടെ അനുഗ്രഹങ്ങളിൽ ബറക്കത്തുകൾ ചെയ്യാൻ അള്ളാഹുവിനല്ലാതെ കഴിയില്ല. അതുകൊണ്ട് ആ അത്താഴം അത് നമ്മൾ സ്വീകരിക്കണം, അത് ബറക്കത്താണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അത്താഴത്തെ കുറിച്ച് പറയുന്നുണ്ട്. തസഹർനാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബാക്കൾ പറയാണ്, ഞങ്ങൾ നബിയോട് കൂടെ അത്താഴം കഴിച്ചു. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, കൻ കാന ബൈനൽ അദാൻ വസ്സുഹൂർ, ബാങ്കിനും അത്താഴത്തിനും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു?
അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് 50 ആയത്ത് ഓതാനുള്ള സമയം. ആയത്തിന്റെ വലിപ്പം എത്രയോ ആകട്ടെ, 50 ആയത്ത്, ഇനി ഇതൊരു ചെറിയ ആയത്താണ് എന്ന് സങ്കല്പിക്കുക. 50 ആയത്ത് ഓതാൻ എത്ര സമയം വേണ്ടി വരും? അത്രയും സമയം അത്താഴം കഴിഞ്ഞതിന് ശേഷം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അത്താഴം കഴിഞ്ഞതിന് ശേഷം ബാങ്കിനും ഇടയിൽ അത്രയും സമയമുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഇത് നമ്മൾ സുന്നത്ത് നമ്മൾ സ്വീകരിക്കുക, ശീലമാക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് പരാതികൾ ഉണ്ടാകില്ല. ബാങ്ക് കൊടുക്കുന്നു, ചിലടത്ത് ബാങ്ക് നേരത്തെ കൊടുക്കുന്നു, എപ്പോഴാണ് അത്താഴം കഴിക്കുന്നത്, ഇതെന്തൊരു ഫിത്നയാണെന്നെല്ലാം. അത് നമ്മളെ ബാധിക്കുന്ന, അത്താഴത്തിന്റെ കാര്യത്തിൽ നമ്മളെ ബാധിക്കുന്നതേയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ സുന്നത്ത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇത് നമ്മളെ ബാധിക്കുന്നതേയല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ചുരുങ്ങിയതൊരു 15-20 മിനിറ്റെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മളുടെ അത്താഴത്തിനും അദാനും ഇടയിൽ ഉണ്ടാകണം എന്നുള്ളത് ഒരു സുന്നത്തായി നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മൾ സ്വീകരിക്കുക. ഇനി നമ്മളുടെ ഈ നോമ്പ് നമ്മൾ വളരെ പ്രയാസപ്പെട്ടിട്ട് തന്നെയാണ് എടുക്കുന്നത്. കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണ്. റമദാൻ ഏതു കാലത്തും പ്രതികൂലം തന്നെയാണ്. റമദാൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുന്ന തീനാണ്. ഏതു കാലത്തും റമദാൻ ചൂട് തന്നെയാണ്. അറബിയിൽ ഏതു കാലത്തും റമദാൻ അത് വളരെ കടുത്ത ചൂടുള്ള, ചൂടിനെ തന്നെ ഉരുക്കിക്കളയുന്ന ചൂട് എന്നെല്ലാമുള്ള അർത്ഥത്തിലാണ് റമദാൻ എന്ന വാക്കുള്ളത്. ഈ ചൂടുള്ള സമയത്ത് നമ്മൾ പ്രയാസപ്പെട്ട് നോമ്പെടുക്കുന്നു, എന്നിട്ട് ഇത് വൃഥാവിലായാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ നോമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിച്ചിട്ടില്ലെങ്കിലോ, അള്ളാഹുവിന്റെ അടുക്കൽ അത് അള്ളാഹു വലിച്ചെറിയുന്ന ഒരവസ്ഥ ഉണ്ടായാലോ, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. من لم يدع قول الزور والعمل به فليس لله حاجة في أن يدع طعامه وشرابه. ആരെങ്കിലും കളവിന്റെ വാക്കും അതുപോലെ തന്നെ മോശമായിട്ടുള്ള പ്രവൃത്തികളും, മോശമായ വാക്കും മോശമായ പ്രവൃത്തികളും ആരുപേക്ഷിക്കുന്നില്ലയോ, ഫലൈസ ലില്ലാഹി ഹാജ, അള്ളാഹ്ക്ക് ഒരു ആവശ്യവുമില്ല. നമ്മളുടെ ഈ നോമ്പ് കൊണ്ട് അള്ളാഹുവിന് ഒരാവശ്യവുമില്ല. സഹോദരങ്ങളെ, വളരെ വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കുക. കഷ്ടപ്പെട്ട് നോമ്പെടുത്ത് പട്ടിണി കിടന്ന് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഒന്നും ഒരു നിലക്കുമുള്ള ഒരു സുഖവും ശരീരത്തിന് ഇല്ലാത്ത അവസ്ഥയിൽ മഗ്‌രിബ് വരെ കഴിച്ചു കൂട്ടിയിട്ട് അതിനിടയിൽ മോശമായിട്ടുള്ള സംസാരങ്ങൾ. എന്താണ് ഈ മോശമായ സംസാരം നമ്മൾ ഉദ്ദേശിച്ചത്? അത് മുതഅജ്ജബിൽ മുഹറമാത്ത്, ഏതുപോലെ ഏഷണി, പരദൂഷണം, കള്ളം വെട്ടിച്ചമക്കൽ, അതുപോലെ തന്നെ കളവിന്റെ വാക്കുകൾ, ഇതുപോലുള്ള സംസാരങ്ങൾ നമ്മളുടെ നാവിൽ നിന്നും വന്നിട്ട് പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അള്ളാഹു നമ്മളിൽ നിന്നും ഇത് സ്വീകരിക്കുമെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിക്കുക. നമ്മളുടെ നാവിൽ നിന്നും ഈ നോമ്പിൽ അല്ലാത്തപ്പോഴും ഒരു മോശമായ വാക്ക് പോലും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. കാരണം ഇത് വീഴാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്. നാവിൽ നിന്നും എന്തെങ്കിലും വീഴാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. നമ്മളുടെ രണ്ടു വശത്തും അത് എഴുതി വെക്കാനായി, രേഖപ്പെടുത്താനായി മലക്കുകൾ, കിറാമൻ കാതിബീൻ, മാന്യന്മാരായി എഴുത്തുകാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക, നാവിനെ സൂക്ഷിക്കുക. നമ്മളുടെ നോമ്പ് കളഞ്ഞു കുളിക്കാൻ നാവ് മാത്രം മതി, അതിന്റെ മാത്രമേ ആവശ്യമുള്ളൂ, എല്ലാം നഷ്ടപ്പെടാൻ. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലദീന യുഅ്തൂന മാ ആതൂ വഖുലൂബുഹും വജില. അവർ എന്ത് ചെയ്യുന്നു? അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കുന്നു, പക്ഷേ അവരുടെ ഹൃദയം പ്രകമ്പനം കൊള്ളുകയാണ്. പേടിച്ചുകൊണ്ടാണ് അവർ കൊടുക്കുന്നത്. അത് അള്ളാഹിന്റെ അടുക്കൽ സ്വീകരിക്കുമോ ഇല്ലയോ? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, റസൂലേ, ഇതാരെ കുറിച്ചിട്ടാണ്? ഒരുപക്ഷെ വ്യഭിചരിക്കുന്ന ആളുകളാകാം, അല്ലെങ്കിൽ മോഷ്ടിക്കുന്നവരോ ഹറാം പ്രവർത്തിക്കുന്നവരോ ആകാം. അതുകൊണ്ടായിരിക്കും അവർക്ക് ഈ പേടി, അല്ലേ എന്ന് ആയിഷ ബീവി ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അവർ കൃത്യമായി അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരും നമസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരുമാണ്. സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയിൽ പോലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിട്ട് കൂടി, കൃത്യമായി നമസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരുമായിട്ട് കൂടിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വർഗ്ഗം കൊടുക്കുമ്പോൾ ഭയപ്പെടുന്നവരാണ് വിശ്വാസികൾ. എന്താണ് ഭയം? ഇത് സ്വീകരിക്കുമോ അള്ളാഹുവിന്റെ അടുക്കൽ? സഹോദരങ്ങളെ, നമ്മളുടെ നോമ്പല്ല, ഏത് അമലാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ കൃത്യമായ നിബന്ധനകളുണ്ട്. നമ്മളുടെ വിശ്വാസം, നമ്മളുടെ ഇഖ്ലാസ്, നമ്മളുടെ തഖ്വ, അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മളുടെ അവബോധം, ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയിലായി മാറണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഹറാമുകളും മറ്റുമെല്ലാം നമ്മൾ ഒഴിവാക്കണം.
رب صائم ليس له من صيامه إلا الجوع ورب قائم ليس له من قيامه إلا السهر. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, എത്രയെത്ര നോമ്പുകാരാണ്, ആ നോമ്പ് കൊണ്ട് അവർക്ക് എന്തില്ല, വിശപ്പല്ലാതെ മറ്റൊന്നും കിട്ടിയിട്ടില്ല. എത്രയെത്ര രാത്രി നിന്ന് നമസ്കരിക്കുന്നവരാണ്, ദീർഘമായി നിന്ന് നമസ്കരിക്കുന്നവരുണ്ടാകാം, പക്ഷെ ആ നൃത്തം കൊണ്ട് ഉറക്കമൊഴിക്കലല്ലാതെ മറ്റൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇതേ വിഭാഗം ആളുകളെ കുറിച്ചിട്ടാണ്. അക്കൂട്ടരിൽ നമ്മളായി മാറാൻ പാടില്ല. എല്ലാം നഷ്ടപ്പെട്ട് കുറെ അമലുകൾ ഉണ്ടെന്ന് നമ്മൾ കരുതുകയും അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും കാണാത്ത അവസ്ഥ, വല്ലാത്ത പരിതാപകരമായ വളരെ ദാരുണമായ അവസ്ഥയായിരിക്കും. അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ ചോദിക്കുക. എന്താണ് ഇതിനുള്ള കാരണം? ഉലമാക്കൾ പറയുന്നുണ്ട്, ഒന്നാമതായി അദമുൽ ഇഖ്ലാസ്, ഇഖ്ലാസ് ഇല്ലാത്ത അവസ്ഥ. നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണിത്? എന്താണ് ഇതിനുള്ള നമ്മളെ പ്രചോദിപ്പിക്കുന്നത്? എന്താണ്? രാവിലെ എഴുന്നേറ്റ് അത്താഴം കഴിച്ച് നിയ്യത്ത് വെച്ച് നോമ്പെടുക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നത് എന്താണ്? അതാണ് ഇഖ്ലാസ്. അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ വചനം, അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അധികം ആളുകളും സമൂഹത്തിലെ എല്ലാവരും നോമ്പെടുക്കുന്നു. ഞാൻ എടുത്തില്ലെങ്കിൽ ആളുകൾ എന്ത് കരുതും? ഇതല്ല. അതുപോലെ തന്നെ എനിക്ക് എങ്ങനെ നോമ്പെടുക്കാതിരിക്കാനാകും, എങ്ങനെ എനിക്ക് ഭക്ഷണം കഴിക്കാനാകും, ആരും കഴിക്കുന്നില്ലല്ലോ, ഇതല്ല. മറിച്ച് അള്ളാഹുവിന്റെ കൃത്യമായ കൽപ്പന. അവന്റെ അടിമയാണ് ഞാൻ, എന്റെ റബ്ബാണ് അവൻ, എന്റെ യജമാനാണ് അള്ളാഹു. അവന്റെ കൽപ്പനകൾ ശിരസ വഹിക്കേണ്ടവനാണ് ഞാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നോമ്പെടുക്കേണ്ടവനാണ്. ഈ ഇഖ്ലാസ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അമലുകൾ സ്വീകരിക്കപ്പെടാതെ. അതുപോലെ തന്നെ രണ്ടാമതായി അള്ളാഹുവിന്റെ ഹറാമാക്കിയിട്ടുള്ള അള്ളാഹുവിന്റെ അതിർത്തികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഏതൊരു രാജാവിനും അതിർത്തികളുണ്ട്. അള്ളാഹുവിന്റെ അതിർത്തി എന്ന് പറയുന്നത് അവൻ ഹറാമാക്കിയ കാര്യങ്ങളാണ്. ആ അതിർത്തി ലംഘിക്കാൻ വിശ്വാസികൾക്ക് അനുവാദമില്ല. ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയാൽ പിന്നെ നമ്മളുടെ നോമ്പല്ല ഏതു കർമ്മവും സ്വീകരിക്കപ്പെടുമെന്നതിന് ഒരു ഗ്യാരണ്ടിയില്ല. അതുകൊണ്ട് തന്നെ ഹറാമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ ഈ ഒരു സമയത്ത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. നമുക്കറിയാം ഹലാൽ ബയ്യൻ വൽ ഹറാം ബയ്യൻ, കൃത്യമായി ഹലാൽ എന്ത് ഹറാം എന്ത് എന്ന് ഇസ്ലാമിൽ കൃത്യമായി മനസ്സിലാക്കി തന്നിരിക്കുന്നു. ഇവ രണ്ടിനുമിടയിൽ പരസ്പര സാദൃശ്യം തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഹറാമാണ് എന്ന് സംശയമുള്ള കാര്യങ്ങൾ, ആ സംശയമുള്ള കാര്യങ്ങളെ കൂടി നിങ്ങൾ ഒഴിവാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒഴിവാക്കിയാൽ ഒരാൾ അയാളുടെ ദീനിനെ സംരക്ഷിച്ചു. അതിൽ പോയി ആരെങ്കിലും പെട്ടാൽ അയാൾ നശിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തുക, ഹറാമായ കാര്യങ്ങൾ. അതുപോലെ തന്നെ സൂഉൽ ഖുലുഖ്, മോശം സ്വഭാവം പല ആളുകൾക്കും കാണാൻ സാധിക്കും. റമദാൻ അങ്ങോട്ട് തുടങ്ങിയാൽ ദേഷ്യത്തോട് ദേഷ്യം, ഭയങ്കര ദേഷ്യം, വീട്ടുകാരോടും ആളുകളോടും ഇടപഴകുന്നവരോടും. അതൊക്കെ വളരെ മോശം സ്വഭാവമാണ്. അതിനെ നമ്മൾ നിയന്ത്രിച്ചേ മതിയാകും. ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് വാദിച്ചത് കൊണ്ടായില്ല, അതൊരു ന്യായമല്ല. അത് നമുക്ക് ഒരിക്കലും ഒരു വിശ്വാസിക്ക് അത് ഭൂഷണവുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ നാളെ അന്ത്യനാളിൽ ഇൻഷാ അല്ലാഹ് ആഖിറത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നബിയുടെ ചാരത്തിരിക്കുവാൻ ഏറ്റവും ഭാഗ്യമുള്ള തൗഫീഖുള്ള ആളുകൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്, സുന്ദരമായ മനോഹരമായ സ്വഭാവമുള്ള ആളുകളാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്നാൽ ഏറ്റവും അകലെ ഉണ്ടാകുക പരുഷ സ്വഭാവികളാണ്, മോശം സ്വഭാവമുള്ള ആളുകൾ, വളരെ എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്ന ആളുകൾ, വളരെ ഒരു നിലക്കും സൗമ്യതയോ ഒരു നിലക്കും ഒരു മയവുമില്ലാതെ വളരെ പരുഷമായി പെരുമാറുന്ന ആളുകൾ. ആ രീതിയിലാകരുത് നമ്മൾ തന്നെ നിയന്ത്രിക്കണം. നമുക്കുള്ള പരീക്ഷണമാണ്. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് ജീവിക്കുന്നത്? അള്ളാഹു നമ്മളെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പലർക്കും പല ദൗർബല്യങ്ങളും നമുക്കറിയാം. ചിലപ്പോൾ സ്വതവേ ജന്മന സ്വതസിദ്ധമായി ക്ഷമ ലഭിച്ച ആളുകൾ ഉണ്ടാവും. അത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. എന്നാൽ അവർക്ക് മറ്റു രീതിയിലായിരിക്കും പരീക്ഷണം. ചില ആളുകൾ അക്ഷമരായിരിക്കും, എന്നാൽ ആ ക്ഷമ ലഭിച്ച ആൾക്കില്ലാത്ത പല അനുഗ്രഹങ്ങളും ഇയാൾക്കും ഉണ്ടാകും. ഇതൊക്കെ മാറി മറിയാം. നമുക്കൊക്കെ അള്ളാഹു പല രീതിയിലുള്ള സ്വഭാവങ്ങളും പല രീതിയിലുള്ള ഒരു അവസ്ഥകളും സ്വഭാവത്തിന്റെ രീതികളും പെരുമാറ്റ രീതികളും ഒക്കെ തന്നിട്ടുണ്ട്. ശരി തന്നെയാണ്. പക്ഷേ അതൊക്കെ നമുക്കുള്ള പരീക്ഷണമായിട്ടാണ്. ചിലതിൽ നമ്മൾ കൂടുതൽ ജിഹാദ് ചെയ്യേണ്ടി വരും. ചില നമ്മളുടെ മോശം സ്വഭാവങ്ങളെ മറികടക്കാൻ നമ്മൾ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. അതാണ് നമുക്കുള്ള പരീക്ഷണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ദേഷ്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളുണ്ടെങ്കിൽ
നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കുള്ള പരീക്ഷണം അതാണ്. മറ്റു പല രീതിയിലും പല ആളുകൾക്കും പല പരീക്ഷണങ്ങളുണ്ട്. നിങ്ങൾക്കുള്ള പരീക്ഷണം ഇതാണ് എന്ന് മനസ്സിലാക്കി അതിനെ ഞാൻ തന്നെ മറികടക്കണം, അതിനെ മറികടക്കാതെ രക്ഷയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിനോട് ചോദിക്കുക. തൗഫീഖ് അള്ളാഹുവിനോട് ചോദിക്കുക. റബ്ബേ, എന്റെ ദേഷ്യം നിയന്ത്രിക്കണം, അതെനിക്ക് തൗഫീഖ് തരണം അള്ളാഹുവേ. അല്ലെങ്കിൽ എന്റെ മോശപ്പെട്ട സ്വഭാവങ്ങളെ നല്ല രീതിയിലേക്ക് ആക്കി തരണേ അള്ളാഹു. ചോദിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ വരുമ്പോൾ അള്ളാഹു നമ്മളെ സൽസ്വഭാവികളുടെ കൂട്ടത്തിലാക്കി മാറ്റും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ അമലുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ, പ്രത്യേകിച്ച് നോമ്പ് സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് അക്കലുൽ ഹറാം, ഹറാം ഭക്ഷിക്കൽ. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിക്കുക. നമ്മളുടെ സമ്പത്തിൽ, നമ്മളുടെ വരുമാനത്തിൽ ഒരു രൂപ ഹറാമായിട്ടാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ, ഇന്നു തന്നെ അതിനെ കളയുക, അത് ഒഴിവാക്കുക. അതുമായിട്ടുള്ള റിസ്ക് നമുക്ക് വേണ്ട. അതുകൊണ്ട് ഒരു ബറക്കത്തും നമുക്ക് കിട്ടാനില്ല. നമ്മൾ എത്ര തന്നെ വ്യാമോഹങ്ങൾക്ക് പിന്നാലെ ഓടിയാലും, പിശാച് നമ്മളെ എത്ര തന്നെ മനോഹരമായി പ്രലോഭിപ്പിച്ചാലും, ദുനിയാവ് നമ്മളെ എത്ര തന്നെ സുന്ദരമായി വഞ്ചിക്കാൻ ശ്രമിച്ചാലും, ഇതെല്ലാം സത്യം അള്ളാഹുവിന്റെ അടുക്കൽ എന്നുള്ള സത്യം ഹലാലായതുകൊണ്ട് മാത്രമേ ഉപകാരമുള്ളൂ. ഹറാമായതുകൊണ്ട് ഒരു ഉപകാരവും നമുക്കില്ല. അതെത്ര തന്നെ ഉണ്ട്, ഒരുപാട് എത്ര വളരെ എളുപ്പത്തിൽ ഭീമമായ സംഖ്യ നമുക്ക് വരുന്നുണ്ട് എന്നുമില്ലെങ്കിലും ശരി, ഹറാമാണെങ്കിൽ വലിച്ചെറിയുക സഹോദരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വർണ്ണമോതിരവും ധരിച്ചു വന്ന ഒരു സഹാബിയുടെ സംഭവം നമ്മൾ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന് അത് അറിയില്ലായിരുന്നു. സ്വർണം ഹറാമാണ്, ധരിക്കരുത് പുരുഷന്മാർക്ക് എന്നറിയാത്ത അദ്ദേഹം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്, നരകത്തിൽ നിന്നുള്ള ഒരു മോതിരം അണിയിക്കപ്പെടാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? വലിച്ചങ്ങോട്ട് എറിയാണ് അദ്ദേഹം. അപ്പൊ മറ്റൊരാൾ സ്വഹാബി ചോദിച്ചു, നിങ്ങളത് അതെടുത്തോളൂ, നിങ്ങൾക്കത് വേറെ ഒരു സമ്പാദ്യം, ഒരു നിക്ഷേപം എന്നുള്ള നിലക്കത് ഉപകാരപ്പെടുത്താമല്ലോ, ധരിക്കരുതെന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബി പറഞ്ഞ മറുപടി, സഹോദരങ്ങളെ, റസൂലുള്ള വലിച്ചെറിയാൻ വേണ്ടെന്ന് പറഞ്ഞ സാധനം ഇനി ഞാനത് എടുക്കുകയില്ല എന്നാണ്. ഈ രീതിയിലാണ് സഹോദരങ്ങളെ ഈമാൻ. സ്വഹാബാക്കൾ ഏതു രീതിയിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെയും അള്ളാഹുവിന്റെയും കൽപ്പനകളെ അവർ മാനിച്ചത്, അതുപോലെ തന്നെ നമ്മൾ കാണണം. അള്ളാഹുവും റസൂലും എല്ലാം ആ രീതിയിൽ പരിഗണിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ ഒരു റമദാൻ മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ള അമലുകൾ ഒരുപാടാണ്, വളരെയധികം അമലുകൾ. കുറേ കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്, കുറേ വ്യത്യസ്തമായ രീതിയിൽ ജീവിതത്തിന്റെ ഏതു നിലയിലുള്ള ആളുകൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനുള്ള ദിക്ർ, നമ്മളുടെ നാവ് കൊണ്ട് നമുക്ക് ഒരു ചിലവുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അള്ളാഹു എത്ര മനോഹരമായിട്ടാണ് നമുക്ക് നമ്മളുടെ പ്രതിഫലങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. എന്റെ അടിമയെ കുറിച്ച് അവൻ ഓർക്കുന്ന സമയത്ത് ഞാൻ അവനോടൊപ്പമുണ്ട്. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഞാൻ എന്റെ അടിമയോടൊപ്പമുണ്ട്. അവന്റെ ചുണ്ടുകൾ എന്നെ കുറിച്ച് ഓർത്ത് അത് ചലിക്കുന്ന സമയത്തോളം, ചുണ്ടിൽ ദിക്ർ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുവോളം, നമ്മളുടെ ചുണ്ട് അള്ളാഹുവിന്റെ ദിക്റിൽ അണങ്ങിക്കൊണ്ടിരിക്കുവോളം അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്. സഹോദരങ്ങളെ, ഇതൊന്നും വെറുതെ പറയുന്നതല്ല, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് വഹിക്കാനുള്ളത്? എന്താണ് നമ്മളെ വ്യാകുലപ്പെടുത്തുന്നത്? അള്ളാഹുവിനുള്ള ആ ദിക്റുകൾ പരമാവധി ഈ ഒരു മാസത്തിൽ അധികരിപ്പിക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്തല്ല, മറ്റു സംസാരങ്ങളിലോ വെറുതെ ലഹവിലോ മുഴുകാതെ പരമാവധി അള്ളാഹുവിന്റെ ദിക്റിലേക്ക് തിരിയുക. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ, അതും ഏറ്റവും വലിയ ദിക്റാണ്. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് ഖുർആൻ. ഖുർആനിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിക്റുമില്ല. കാരണം അത് അള്ളാഹുവിന്റെ സംസാരമാണ്. ഈ അള്ളാഹുവിന്റെ സംസാരം ആയിട്ടുള്ള ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് നമ്മൾ ഈ റമദാൻ മാസം മുഴുവനും നോമ്പെടുക്കുന്നത്. അത്രയും ഒരു മാസം മുഴുവനും നോമ്പെടുക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്ത മാസം. കാരണം അള്ളാഹുവിന്റെ കലാം ഇറങ്ങിയതുകൊണ്ടാണ്. ഈ കലാമിനെ നമ്മൾ പരിഗണിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടുക്കൽ പരാതി പറയുന്ന ഒരു രംഗം സൂറത്ത് ഫുർഖാനിൽ പറയുന്നുണ്ട്. എന്റെ ഈ ഒരു കൗമ്, അവർ ഖുർആനിനെ ഗണ്യമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. അള്ളാഹുവിനെ അവർ തള്ളിക്കളഞ്ഞു അള്ളാഹുവേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടുക്കൽ പരാതി പറയും. അങ്ങനെ തള്ളിക്കളഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ആ ഖുർആനിനെ പരിഗണിക്കണം. വെറുതെ പാരായണം ചെയ്യുന്നതിൽ മാത്രമാകരുത്. പാരായണം ചെയ്യുന്നത് തീർച്ചയായും പുണ്യകരമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ഹർഫിന് 10 പ്രതിഫലം.
അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ 15 ഒരു പേജിൽ 15 വരികൾ ഉണ്ടെങ്കിൽ ആ ഓരോ വരിയിലും ചുരുങ്ങിയത് 40 ഹർഫുകൾ ഉണ്ടെങ്കിൽ ഓരോ വരിയിലും 400 പ്രതിഫലം വെച്ച് ഓരോ പേജിലും 6000 പ്രതിഫലം. ഏറ്റവും ചുരുങ്ങിയത് ഒരു പേജിന് 6000 പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിൽക്കുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കൽ അമലുകൾ അത് പരിഗണിക്കപ്പെടുന്നത്, പ്രതിഫലം നൽകപ്പെടുന്നത് ചുരുങ്ങിയത് 10 ഇരട്ടിയായിട്ടാണ്. 6000ന്റെ 10 ഇരട്ടി നോക്കുമ്പോൾ 60,000 ആകും. ഇനി ഏറ്റവും പരമാവധി 700 ഇരട്ടി വരെയാകും. അതെത്രയാണെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. 6000ന്റെ 700 ഇരട്ടി. ഇതുവരെയും അത്രയും പ്രതിഫലം ഒരൊറ്റ പേജ് ഖുർആൻ ഓതിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പോൾ അതിന്റെ ആശയം മനസ്സിലാക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ആലോചിച്ച് നോക്കും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഈ ഖുർആൻ അത് തൊണ്ടക്കുഴി വിട്ടിറങ്ങാത്ത ആളുകളെ കുറിച്ച്. വെറും നാവിൽ മാത്രം, തൊണ്ടയിൽ വരെ മാത്രം ഖുർആൻ എത്തുന്ന അവസ്ഥ. അക്കൂട്ടരിൽ നമ്മൾ ആകരുത്. അള്ളാഹ് നമ്മൊന്ന് ആലോചിച്ച് നോക്കുന്നു. നമ്മൾ ഖുർആൻ ഓതുന്നു, അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റിയുള്ള വചനങ്ങൾ നമ്മൾ ഓതി പോകുന്നു, അള്ളാഹുവിന്റെ റഹ്മത്തായ സ്വർഗത്തെ പറ്റി, അള്ളാഹു വിശ്വാസികളോട് എത്രമാത്രം കരുണയുള്ളവരാണ്, വിശ്വാസികളെ എത്രമാത്രം സഹായിക്കുന്നവരാണ് അള്ളാഹു എന്നുള്ള വചനങ്ങളെല്ലാം നമ്മൾ ഓതി പോകുന്നു. നമ്മളിതൊരു ഭാവമാറ്റവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം പറയുമ്പോൾ സ്വഹാബാക്കൾ ഏങ്ങി കരയുമായിരുന്നു. സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റിയും എല്ലാം പറയുമ്പോൾ ഏങ്ങലടിച്ച് കരയുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഉറക്കെ അവരിൽ നിന്നും അടക്കി പിടിക്കാൻ പറ്റാത്തൊരു കരച്ചിലുണ്ടല്ലോ, അത് നെഞ്ചിന്റെ അകത്തു നിന്ന് വരുന്ന ഒരു കരച്ചിൽ. ആ കരച്ചിലിന്റെ ശബ്ദങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് എന്താണ് സംഭവിച്ചു പോകുന്നത്? നമ്മൾ വെറും പാരായണത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. പാരായണം ചെയ്യാൻ മാത്രമുള്ള ഒരു കാര്യമല്ല ഖുർആൻ. കിതാബൻ അൻസൽനാഹു ഇലൈക മുബാറക് ലിയദബ്ബറു ആയാതിഹി വലിയദക്കറ ഉലുൽ അൽബാബ്. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു ഇറക്കിയത്? ലിയദബ്ബറു ആയാതിഹി, തദബ്ബുർ ചെയ്യാനാണ്. ശ്രദ്ധിക്കുക, ഈ വാക്ക് ശ്രദ്ധിക്കുക. ഖുർആൻ തദബ്ബുർ ചെയ്യാനാണ് അല്ലാഹു ഇറക്കിയത്. എന്താണ് തദബ്ബുർ? ഉറ്റാലോചിക്കുക. അല്ലാഹു ചോദിക്കുമ്പോൾ ആ ഖുർആനിന്റെ വാചകം നമ്മൾ ഓതുമ്പോൾ ഒട്ടകത്തിന്റെ നേർക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? നമ്മൾ നോക്കണം. എന്താണ് ഈ ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പ്? അള്ളാഹു ചോദിക്കാണ്, നോക്കുന്നില്ലേ എന്ന്. നമ്മൾ നോക്കണ്ടേ? ഇപ്പൊ നമ്മൾ കാണുകയാണ് എത്ര മനോഹരമായിട്ടാണ് മരുഭൂമിയിൽ, ഊഷരമായ ഭൂമിയിൽ, ഒന്നും മുളയ്ക്കാത്ത, എല്ലാ നിലക്കും ഊഷരമായ മരുഭൂമിയിൽ വളരെ സുന്ദരമായി അതിജീവിച്ചു പോകുന്ന ഒട്ടകം. ആ രീതിയിൽ അതിന്റെ സൃഷ്ടിപ്പ് മുഴുവനും നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉറ്റാലോചിക്കേണ്ടവരാണ് അതിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈവിധ്യത്തെ കുറിച്ചും, വൈജാത്യത്തെ കുറിച്ചും, അത്ഭുതങ്ങളെ കുറിച്ചും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളിലൂടെ ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കണം ആരെ? അള്ളാഹുവിനെ. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അള്ളാഹുവിനെ കണ്ടെത്താൻ, അള്ളാഹുവിന്റെ കഴിവുകളെ കുറിച്ച് മനസ്സിലാക്കാൻ, അള്ളാഹു നമുക്ക് എത്രമാത്രം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സ്വാധീനം ചെലുത്തുന്നവനാണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് അള്ളാഹു ഈ കലാം ഇറക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഉത്ബോധനം ഉൾക്കൊള്ളാനും, ഈ ദുനിയാവിൽ അങ്ങോട്ട് ജീവിച്ച് വെറുതെ എല്ലാം മറന്ന് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യ സമൂഹത്തിനിടയിൽ അല്ല, എന്റെ ലക്ഷ്യം ഇതല്ല, എനിക്ക് ഇൻഷാ അല്ലാഹ് മടങ്ങണം അള്ളാഹുവിലേക്ക്, ആഖിറത്താണ് എന്റെ ലക്ഷ്യം എന്നുള്ള ഉത്ബോധനം ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടും കൂടിയാണ് അള്ളാഹു ഈ ഖുർആൻ ഇറക്കിയത്. സഹോദരങ്ങളെ, ഈ ഒരു തലത്തിലേക്ക് നമ്മളുടെ ഖുർആൻ പഠനങ്ങളായി മാറട്ടെ. പാരായണം മോശമാണെന്നല്ല, പാരായണം വേണ്ടതല്ല. പക്ഷേ പാരായണം ചെയ്ത് ഖതം തീർക്കുക, അതിന് വ്യഗ്രതപ്പെടുന്നതിന് ഉപരി റമദാനിൽ ഖതം തീർക്കുന്നത് മോശം കാര്യമൊന്നുമല്ല. പക്ഷേ ഖതം തീർക്കാൻ വേണ്ടി തിരക്കിട്ട് ഓതി പോകുന്നതിനിടയിൽ അള്ളാഹുവിന്റെ വചനങ്ങളെ നമ്മൾ അശ്രദ്ധമാക്കി തള്ളിവിടരുത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു എന്താണ് പറയുന്നത്, എന്താണ് നമ്മളോട് ചോദിക്കുന്നത്, എന്താണ് നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്നത്, ഇത് നമ്മൾ അറിയണ്ടേ. അതുകൊണ്ട് തന്നെ അർത്ഥം പഠിച്ച് അതിന്റെ ആശയതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു പ്രവണത നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഖുർആൻ മുഴുവനും റമദാനിൽ ഓതി തീർക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതൊരു വാജിബായി മുസ്ലിങ്ങൾക്ക് മേൽ എഴുതിയിട്ടുമില്ല. പക്ഷേ ഖുർആൻ അർത്ഥം മനസ്സിലാക്കൽ നിർബന്ധമാണ്, ആശയം പഠിക്കൽ നിർബന്ധമാണ്, അള്ളാഹുവിന്റെ വചനങ്ങൾ അറിയൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ഈ രീതിയിൽ നമ്മളുടെ ഖുർആൻ പഠനങ്ങളായി മാറട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ റമദാൻ മാസത്തിൽ പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കുവാനും, അള്ളാഹുവിനെ അറിയാനും, അവന്റെ കലാമിലൂടെ തന്നെ അവനെ പഠിക്കുവാനും, അവന്റെ കലാം പ്രചരിപ്പിക്കാനും, അത് മനസ്സിലാക്കാനും, നമ്മളുടെ കുടുംബത്തിലേക്ക് കൂടി, നമ്മളുമായി ബന്ധപ്പെടുന്നവരിലേക്ക് കൂടി അതിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും പ്രസരിപ്പിക്കുവാനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والعاقبة للمتقين. പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധത്തിലുള്ള വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലുകളിൽ ഒന്നാണ് സ്വതക്ക. അള്ളാഹിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുക. സ്വതക്ക എന്ന് പറയുന്നത് അത് ശക്തമായൊരു പരീക്ഷണമാണ്. കാരണം സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ എൻ്റെ ഉമ്മത്തിന്റെ പരീക്ഷണം സമ്പത്താണെന്ന് പറഞ്ഞാൽ സത്യമാണ്. ദാരിദ്ര്യമല്ല നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നത്, ഈ ദുനിയാവിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ മലർക്കി തുറക്കപ്പെടുന്നതാണ്. തുറന്നു കഴിഞ്ഞു, അത് നമുക്കത് അനുഭവപ്പെടുന്നുണ്ട്. ദുനിയാവ് എല്ലാ നിലക്കും വളരെ എളുപ്പമാണ്. ഏറ്റവും ചുരുങ്ങിയതൊന്ന് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയാൽ ഇന്ന് വെറുതെ ഫോൺ എടുത്തൊന്ന് കാണിച്ചാൽ നമുക്ക് പൈസ കൊടുക്കാം, ഇത്ര തിരക്കുണ്ടെങ്കിൽ. പണ്ട് ഒരുപാട് വരികളിൽ നിന്ന് പിന്നടയ്ക്കാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുമായിരുന്നു. പക്ഷേ ഇന്ന് വളരെ എളുപ്പമാണ്. അവിടെ പോകണമെന്ന് പോലുമില്ല, വീട്ടിലിരുന്ന് നമുക്കെല്ലാം ചെയ്യാം. വീട്ടിലിരുന്ന് ഒന്ന് വെറുതെ ഞെക്കിയാൽ നമ്മളുടെ വീട്ടും മറത്ത് സാധനങ്ങൾ വരും, ഭക്ഷണം വരും, എല്ലാം വരും. സഹോദരങ്ങളെ, ഇതൊരു സൗകര്യമല്ല, ഇതൊരു പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് താക്കീത് നൽകിയ അതേ പരീക്ഷണം. ദുനിയാവിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുകയാണ് നമ്മളുടെ മുമ്പിൽ. ഈ അവസ്ഥയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഭയക്കുന്നതാണ്. ആ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ ശക്തമായിട്ടുള്ള അല്ലാഹുവിന്റെ തൗഫീഖ് വേണം. അതുപോലെ തന്നെ ദുനിയാവിലേക്ക് ചാഞ്ഞു പോകാതിരിക്കാൻ അല്ലാഹുവിൽ നിന്നുള്ള തഖ്വ, ശക്തമായ തഖ്വയുടെ ഉടമകളായി നമ്മൾ മാറണം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെയും റസൂലിന്റെയും വചനങ്ങൾ അത് നമുക്ക് പ്രചോദനമായി തീരട്ടെ. ആദം മാലി മാലി, എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് എന്ന് മനുഷ്യൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഹല്ലക യാ ഇബ്ന ആദം മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത. നീ തിന്നുപോയതല്ലാതെ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ മനുഷ്യ? നീ തിന്നത് തീർന്നുപോയി. നീ ധരിച്ച വസ്ത്രം അതല്ലാതെ മറ്റെന്തെങ്കിലും നിനക്കുണ്ടോ? ഫഅബലൈത, അത് നുരമ്പിപ്പോയി. ഔ തസദ്ദഖത, നീ സ്വതക്ക ചെയ്തതുണ്ടോ? അത് മാത്രമേ നിനക്കുണ്ടാകൂ. അത് മാത്രമേ സഹോദരങ്ങളെ നമുക്കുള്ളൂ. 1000-ൽ നിന്ന് 100 പോയാൽ ദുനിയാവിന്റെ കണക്കിൽ 900. പക്ഷെ ഇസ്ലാമിന്റെ കണക്കിൽ 1000-ൽ നിന്ന് 100 സ്വതക്ക കൊടുത്താൽ 900 അല്ല, 100 നമ്മളുടേത്. 900 നമ്മളുടേതല്ല. എപ്പോൾ നമ്മൾ നമ്മളുടെ അവസാന ശ്വാസം വലിക്കുന്നുവോ അപ്പോൾ അത് മറ്റൊരാളുടേതായി മാറുന്നു. നമുക്ക് 100 മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധമാണ് യഥാർത്ഥത്തിൽ ഈമാനിന്റെ ബോധം. അതിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൊടുത്തതേ നമ്മളുടേതായിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക, സ്വതക്കകളെ പരിഗണിക്കുക. സഹോദരങ്ങളെ, ഇഫ്താർ, നോമ്പ് തുറ, അത് വളരെയധികം പ്രാധാന്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. ആരെങ്കിലും ഒരു ആളെ നോമ്പ് തുറപ്പിച്ചാൽ അയാൾക്ക് എന്തുണ്ട്? ആ നോമ്പ് തുറന്നയാളുടെ, നോമ്പ് പിടിച്ചയാളുടെ അതേ പ്രതിഫലം അയാൾക്കുമുണ്ട്. നോമ്പിന് എന്താണ് പ്രതിഫലം നമുക്കറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അസ്സൗമു ലീ വ അന ഉജ്സി ബിഹി. എല്ലാത്തിന്റെയും പലതിന്റെയും അമലുകളുടെയും സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം പഠിപ്പിച്ചതൊന്നും നോമ്പിന്റെ പഠിപ്പിച്ചില്ല. കാരണം അത് ഭീമമായ പ്രതിഫലമാണ്. അത് ആ ഒരു പ്രതിഫലം ഒരൊറ്റ നോമ്പ് കൊണ്ട് ഒരാൾക്കുണ്ടെങ്കിൽ അതേ അത്രത്തോളം തന്നെ പ്രതിഫലം നമുക്ക് ഒന്നുകൂടി കിട്ടുകയാണ്. ഒരു ദിവസം 2 നോമ്പിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നു. ഇപ്പോൾ നമ്മൾ ഒരാളെ നോമ്പ് തുറപ്പിക്കുമ്പോൾ, അപ്പോൾ ഒരു 10 ആളെ നോമ്പ് തുറപ്പിച്ചാൽ എന്താണ് അവസ്ഥ? 10 പേരുടെ നോമ്പിന്റെ പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ നമുക്കും കൂടി കിട്ടുകയാണ്. അതിലെല്ലാം നമ്മൾ മുന്നേറണം. സ്വഹാബാക്കൾ സ്വതക്കയുടെ ആയത്ത് അവതരിച്ച സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, സ്വതക്ക കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിക്കുമ്പോൾ ഒന്നുമില്ല കയ്യിൽ സ്വഹാബാക്കൾക്ക്. എന്നിട്ട് എന്ത് ചെയ്യും? സ്വതക്ക കൊടുക്കാൻ വേണ്ടി അങ്ങാടിയിൽ പോയി ചുമടെടുക്കും സ്വഹാബാക്കൾ. എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്നും കിട്ടുന്ന തുക സ്വതക്കയായി കൊടുക്കും. സ്വതക്ക കൊടുക്കാൻ വേണ്ടി ചുമടെടുക്കുന്ന സഹാബാക്കളെയാണ് നമുക്ക് കാണുന്നത്. അതിൽ നിന്നും ഒട്ടും ഭിന്നരല്ലാത്ത തന്റെ ഒരു ദിവസത്തെ മുഴുവൻ അധ്വാനവും അതിന്റെ മുഴുവൻ തുകയും ഒരു വേള ഈ ഒരു ഇഫ്താറിന്റെ ഇതിലേക്ക് മാറ്റിവെക്കുന്ന ആളുകൾ നമ്മളിലുണ്ട്. അങ്ങനെ ഇന്നും അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം. സഹോദരങ്ങൾ, അതിൽ നമ്മൾ മുന്നേറുക. നമ്മളുടെ പള്ളിയിൽ 1200 രൂപയാണ് ഇൻഷാ അല്ലാഹ് ഒരു ദിവസത്തെ ഇഫ്താർ. പരമാവധി നമ്മളതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഭാവിക്ക് വേണ്ടി തന്നെ അതിനു വേണ്ടി നമ്മൾ സഹകരിക്കുക.
അതുപോലെ തന്നെ നമ്മളിൽ നിന്നും നമ്മൾ കേട്ടിരിക്കും, നമ്മുടെ പ്രദേശത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേരോട്ടം സ്ഥാപിക്കുവാൻ, അതിന് വിത്തുപാകുവാൻ വേണ്ടി പരിശ്രമിച്ച നമ്മളുടെ പ്രിയങ്കരനായിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ടവനായിട്ടുള്ള കുഞ്ഞിമരക്കാർ സാഹിബ് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി മരണപ്പെട്ടു പോയ ഒരു വാർത്ത നിങ്ങൾ കേട്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അദ്ദേഹത്തിന് എല്ലാ നിലക്കുമുള്ള മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നൽകും. കാരണം അത്രയും മഹത്തായ മഹനീയമായ സംഭാവനകളാണ് അവരിൽ നിന്നുമെല്ലാം ഉണ്ടായിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ രീതിയിൽ മരിച്ചു പോകുമ്പോൾ നമുക്ക് സന്തോഷമായി ആളുകൾ നല്ലത് പറയുന്ന അവസ്ഥയിൽ മരണപ്പെട്ടു പോവുക എന്ന് പറയുന്നത് വല്ലാത്തൊരു തൗഫീഖാണ്. ഒരു കവി പാടിയിട്ടുള്ളത് പോലെ, നിന്നെ ഉമ്മ പ്രസവിച്ചപ്പോൾ നീ കരയുന്ന അവസ്ഥയിലായിരുന്നു, പക്ഷേ നിനക്ക് ചുറ്റുമുള്ള ആളുകൾ സന്തോഷത്തോടു കൂടി ചിരിക്കുകയായിരുന്നു. എന്നാൽ നിനക്ക് ചുറ്റുമുള്ള ആളുകൾ കരയുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് ചിരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുവാൻ നിനക്ക് സാധിക്കട്ടെ മനുഷ്യ എന്നാണ് കവിയുടെ വചനം. ഇതൊരു കവിവാക്യമാണെങ്കിലും ഇതിലൊരു സത്യമുണ്ട്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് സന്തോഷത്തോടു കൂടി മടങ്ങാൻ കഴിയുക, ഈ ദുനിയാവിൽ നമ്മളുടെ ആയുസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് തൃപ്തികരമായ, ജനങ്ങൾക്ക് പൊതുവിൽ ഉപകാരപ്പെടുന്ന, ഈമാനിനെ ഉപകാരപ്പെടുന്ന, ഇഖ്ലാസിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ള ഒരു കൃതജ്ഞത ബോധം അല്ലെങ്കിൽ കൃതാർത്ഥത നമുക്കുണ്ടാകുന്നത് അത് ഏറ്റവും നല്ല മരണത്തിന്റെ ഒരു അടയാളങ്ങളിൽപ്പെട്ടതാണ്. ആ രീതിയിൽ നമ്മളായി മാറുക. ഇൻഷാ അല്ലാഹ് മരണം എപ്പോഴാണെന്ന് അറിയില്ല. അതിനു മുമ്പായി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഈ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളും അവന്റെ അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, കുടുംബങ്ങൾ, ഗുരുനാഥർ, സ്നേഹിതർ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കുകയും അവരെയും നമ്മളെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരുടെ മനസ്സറിയുന്ന അല്ലാഹു എല്ലാ നിലക്കുമുള്ള ശിഫയും സൗഖ്യം ആരോഗ്യം എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ റമദാൻ മാസത്തിനെ ഏറ്റവും പരിപൂർണമായ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുവാനും അതിലെ അമലുകൾക്കെല്ലാം ഏറ്റവും പൂർണ്ണമായ രീതിയിലുള്ള പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ആളുകളിൽ ആയി മാറാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والحمد لله رب العالمين.